മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത മരങ്ങളുടെ കണക്കെടുപ്പ് നടത്തി അന്വേഷണ സംഘം കോടതിയിൽ മഹസർ സമർപ്പിച്ചു. സുൽത്താൻ ബത്തേരി കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം വീണ്ടും കണക്കെടുപ്പ് നടത്തുകയായിരുന്നു. മരങ്ങൾ ലേലം ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് വീണ്ടും കണക്കെടുപ്പ്. കാളിദാസൻ ദേവദത്തമുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. കാളിദാസൻ, ഈ കേസിലെ തൊണ്ടി മുതലാണ് ഈ മരം അത് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ അലക്ഷ്യമായാണത് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ വിവാദങ്ങൾ ഉയർന്നതാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും നമ്മൾ തന്നെ പങ്കുവച്ചതുമാണ്. ഇപ്പോൾ ഇനി ലേലത്തിലേക്ക് പോവുകയാണോ? അങ്ങനെ തന്നെയാണ് ഗോകുൽ നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം ലേലത്തിന് തൊട്ട് മുന്നോടിയായി അല്ലെങ്കിൽ ലേലത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു കണക്കെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നത്. അത്തരത്തിലൊരു പരിശോധന അവിടെ നടന്നിരുന്നു. ഈട്ടി തടികളാണ് പിടിച്ചെടുത്തത് എന്നുള്ളത് നമുക്കറിയാം. 2020-21 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മരമുറി സംഭവമൊക്കെ ഉണ്ടായത്. പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടന്നു. വലിയ രീതിയിലുള്ള വിവാദമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലെ ഈ ഒരു കണക്കെടുപ്പ് ലേലത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. 800ഓളം കഷ്ണങ്ങളാണ്, അതായത് 112ഓളം മരങ്ങളാണ്, ഈട്ടി മരങ്ങളാണ്. അത് 800 കഷ്ണങ്ങളായിട്ടാണ് കുപ്പാടിയിൽ അത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കെല്ലാം എടുത്തു കഴിഞ്ഞു. ആ കണക്കെടുപ്പതിന് ശേഷം നടക്കേണ്ട സ്വാഭാവിക നടപടി അതിൻ്റെ മഹസർ തയ്യാറാക്കി ബത്തേരി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്തായാലും ഇതിൽ നേരത്തെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 41ഓളം കുറ്റപത്രങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൽ 36ഓളം കുറ്റപത്രങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഈ തടികൾ, ഈ കണ്ടുകെട്ടിയ ഈ തടികൾ തങ്ങളുടേതാണെന്നുള്ളൊരു അവകാശവാദം ഉയർത്തിക്കൊണ്ട് പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അത് തങ്ങളുടേതാണെന്ന്, അത് സർക്കാരിൻ്റേതല്ല ആ തടികൾ എന്ന് കാണിക്കാനുള്ള ഒരു കീറക്കടലാസ് പോലും സമർപ്പിച്ച ഈ അപ്പീലുമായി വന്ന പ്രതികളുടെ പക്കൽ ഇല്ല എന്നും അത് സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങളോടെ ആ അപ്പീൽ തള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നേ നേരത്തെ പ്രതികൾക്ക് തിരിച്ചടിയായ ഒരു സാഹചര്യമാണ് ഈ ഒരു മുട്ടിൽ മരമുറി കേസിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിലെ ഈ ഒരു സ്വാഭാവിക നടപടി മഹസർ സമർപ്പിച്ചിരിക്കുന്നു കോടതിയിൽ. ഇനി ലേലത്തിലേക്ക് കടക്കും. ഒപ്പം തന്നെ 36ഓളം കുറ്റപത്രങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവിക നടപടി എന്നോണം വിചാരണ വൈകാതെ തന്നെ തുടങ്ങുമെന്നുള്ളതാണ്. ശരി, കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.